കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മനസ്സുകൾ ഒന്നാണെങ്കിൽ പ്ലേറ്റ് ഒന്ന് പോരെ വിഷ്ണുട്ടാ. കഴിക്കേ. എന്താ ഞാൻ തരുന്നത് ഇഷ്ടമല്ലേ? അത് ഇഷ്ടമുള്ളൂ. അടുത്ത ഇയാൾക്ക് കഴിക്കും. രോഹിത്താണല്ലോ. ഹലോ ബ്രദർ, എന്താണ് വിശേഷം? സുസ്മിതയുടെ വിവരം എന്തെങ്കിലും കിട്ടിയോ? ഇല്ലടോ, ഇതുവരെ ഇല്ല. താനൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ബ്രദറിന്റെ സുസ്മിതയെ നമ്മൾ പൊക്കിയെടുത്തിരിക്കും. എടോ, നാട് നീളം അന്വേഷിക്കുന്നുണ്ട്. ഈ നാട്ടില് എനിക്കിങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. ബ്രോ കൂടെ ഉണ്ടെന്നുള്ളതാ ഇപ്പോ ആകെയുള്ള ധൈര്യം. താ സമാധാനമായിട്ടിരിക്കേ. ഈ നാട്ടിലുള്ള സുസ്മിതമാരെ എല്ലാം ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ കമലിനും ദാസിനും അടക്കമുള്ള പട്ടാളം ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. ശരി ബ്രോ. പിന്നെ ഈ വീട്ടിലുള്ള സുസ്മിതയോടെയും കാണിച്ചു തരാം. ആ സംശയങ്ങൾ തീരട്ടെ. അപ്പൊ താ ഒരു കാര്യം ചെയ്യും, നാളെ ഇങ്ങോട്ട് വാ. താങ്ക്സ് ബ്രോ, ഞാൻ വരാം. ഓക്കെ ബ്രോ. എന്താ? എന്റെ ഫോൺ. അല്ല, നീ ഇവിടെ എന്ത് കണ്ടോണ്ട് നിൽക്കുക? വെള്ളം കുടിക്കാൻ വരുമായിരുന്നു, അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഈ ഹരിശ്ചന്ദ്രന്റെ മോളായതുകൊണ്ട് പറയുന്നതെല്ലാം വിശ്വസിക്കാം. ദാ വെള്ളം ഇരിക്കുന്ന എടുത്ത് കുടിക്കേ. നീ എന്താ? എന്നാ പോയിക്കൂടെ? അതെ ഒന്ന് നിന്നേ. ഇനി അമ്മേനെങ്ങാനും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന നീ വിവരം അറിയേ? അല്ല, ഇവളുടെ തലക്കെന്തോളാണ്. അവക്ക് വേറെന്തോ കുഴപ്പ. അവള് ആരെയോ പേടിക്കുന്നുണ്ട്, നന്നായി പേടിക്കുന്നുണ്ട്. ആരെ? അതാ നമുക്ക് കണ്ടുപിടിക്കാം.
രോഹിത് നാളെ ഇവിടെ വന്നാൽ ഉറപ്പായും വിഷ്ണുവേട്ടൻ എന്നെ അവന് കാണിച്ചു കൊടുക്കും. എങ്കിൽ ഞാൻ പെട്ടു. എന്താ രക്ഷപ്പെടാനൊരു വഴി? ആ, അമ്മ തന്നെ. ഹലോ അമ്മ, ഞാനാ സുസ്മിത. പറ മോളെ. ആ, രാവിലെ വീട്ടിലേക്ക് വരട്ടെ ഞാൻ? വീട്ടിലേക്കോ? അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. അമ്മ എങ്ങോട്ട് പോയി? അമ്പലപ്പുഴ ഉത്സവമല്ലേ മോളെ, അതിന് എല്ലാ വർഷവും തറവാട്ട് വീട്ടിൽ വന്ന് നിൽക്കാറുള്ളതല്ലേ ഞാൻ. ശ്ശെ. എന്താ മോളെ? ആ, അപ്പോ വീട്ടിലിപ്പോ ആരുമില്ലേ? ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ, വീട് അടച്ചിട്ടിട്ടാ പോന്നത്. സെർവൻസിനെയും പറഞ്ഞു വിട്ടു. ശ്ശെ. എന്താ അവിടെ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പോ? ഏയ്, എന്ത് കുഴപ്പം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഓ, ഇത് വള്ളിയായല്ലോ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അമ്മയൊന്ന് കാണണം തോന്നി, അത്രേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. പിന്നെ എത്ര വേണമെങ്കിലും കാണാലോ. 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്തിനാ? ആ, ശരി അമ്മേ, എന്നാ ഞാൻ വെക്കുക. അല്ല മോളെ, അവിടുത്തെ വിശേഷങ്ങൾ പറ. നല്ല ഉറക്കം വരുന്നമ്മേ, ഞാൻ നാളെ വിളിക്കാം. ശരി എന്നാ. ആ, പെറ്റ തള്ളയായിട്ടും കാൽ കാശിന് ഉപകാരമില്ല. ശ്ശെ, ഇനി എന്താ ഒരു വഴി? ആ, സുരഭിയെ വിളിക്കാം. എന്താടി? ആ, എടി, ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? എനിക്ക് ഒരു ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമായിരുന്നു. അതിന്? നീ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വീട്ടിലേക്ക് ഞാൻ കൂടി വരട്ടെ? അയ്യോ, അവിടെയോ? നടക്കില്ല മോളെ. എടി, ഒരു ദിവസം, ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. ഒരു രക്ഷയില്ല. ഞാൻ തന്നെ റെന്റ് കൊടുത്തിട്ട് 3 മാസമായി. എന്നെ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നിൽക്കുക ആന്റി. അതിന്റെ ഒപ്പം വേറൊരാൾ കൂടി. എടി, അതിന് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ വെക്കുവാ. ഹലോ ഹലോ. ഒരു ഹെൽപ്പ് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെയല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ രോഹിത്തിനെ ഇടിവെട്ടാനോ പാമ്പ് കടിക്കാനോ മറ്റോ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ. എന്താടി ഒരു കള്ളത്തരം? എന്ത് കള്ളത്തരം? നിനക്കെന്താ ഒരു പേടിയും പരിഭ്രമവും ഒക്കെ? ആ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇവള് കേട്ട് കാണൂ. നീ വന്നിട്ട് കുറച്ചു നേരമായോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ആ, അപ്പൊ ഇവള് കേട്ടിട്ടില്ല. പിന്നെ തന്നെ പേടിക്കുന്നേ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി. നീ എവിടെയോ പോയി പെട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു. നിന്നോടാര് പറഞ്ഞു? ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സുസ്മിത. അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത പേടി, പരിഭ്രമം. അതൊക്കെ കണ്ട ആർക്കും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് മുന്നിൽ നിൽക്കുമ്പോ നിന്റെ നട്ടലിലൂടെ ഒരു വിറയൽ പായുന്നത് എനിക്ക് മനസ്സുകൊണ്ട് അളക്കാം. എനിക്ക് മേലെ വെറുതെ പഴിചാരാൻ നോക്കല്ലേ നീ? എനിക്ക് മുന്നിലല്ല, നീ നിന്റെ സ്വന്തം മനസ്സാക്ഷിക്ക് മുന്നിൽ ന്യായീകരിച്ചാൽ മതി. കുറ്റമൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ പഴിചാരുന്നില്ല. നിന്റെ അടുത്ത് അധിക സമയം നിൽക്കുന്നില്ല ഞാൻ. ഇനി നീയായിട്ട് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടിയിട്ട് ഞാൻ തള്ളിയിട്ടതാണെന്ന് പറയുന്നു. വിഷ് യു എ വെരി ബാഡ് നൈറ്റ് സുസ്മിത. ഇത് ശരിക്കും ബാഡ് നൈറ്റ് ആയല്ലോ. അവള് പറഞ്ഞതുപോലെ താഴേക്ക് ചാടിയാലോ? കയ്യും കാലും ഒടിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കാം.
അല്ലേ വേണ്ട, നല്ല ഉയരമുണ്ട്. ചത്തെങ്ങാനും പോയാ ശാലിനി സുഖിക്കും. അങ്ങനെ ഇപ്പൊ വേണ്ട. ശ്ശേ, എന്താ ഇപ്പൊ ചെയ്യാ? അമ്മയാണല്ലോ. ഹലോ, എത്ര നേരമായിടാ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു. നീ ഇതെവിടെയാ? ഞാൻ പ്രീതിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാമ്മേ. അതിനെന്താ ഫോൺ എടുത്താ? ഓർഡർ ചെയ്ത കേക്ക് വാങ്ങിക്കാൻ ഞാനൊന്ന് ബേക്കറി കയറിയായിരുന്നു. ഫോണ് കാറിനുള്ളിലായിപ്പോയി, ശ്രദ്ധിച്ചില്ലമ്മേ. അല്ല, അമ്മ എന്തിനാ വിളിച്ചേ? വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നൊക്കെ കൊള്ളാം. അവളെയും കൊണ്ട് വൈകാതെ വന്നേക്കണം. ഇവിടെ ഞാനൊരു സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, വരാമേ. ആ, അവളങ്ങ് എത്തിയോ? അവളിപ്പോ എത്തിയിട്ടുണ്ടാവും. അവൾ നേരത്തെ ഇറങ്ങിയല്ലേ? നിങ്ങൾക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. അതിന്റെ ഇടയിലാമേ ആ കേസിന്റെ കാര്യം വന്നത്. നീ സദാസമയവും കേസും കൂട്ടായിട്ട് നടന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രീതിയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ഇന്നൊരു ദിവസം വേറെ എങ്ങോട്ടും പോവാൻ പാടില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ശരിയമ്മേ. ആ, എന്നാ നീ വെച്ചേക്ക്. ശരി. എത്ര പെട്ടെന്നാ ഈ അമ്മമാരുടെ മനസ്സൊക്കെ മാറുന്നത്. താങ്ക്സ് പറയേണ്ടത് പ്രീതിയുടെ വയറ്റി കിടക്കുന്ന എന്റെ മോനോടാ. പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. 1 കോടി രൂപ. വനമൂർത്തി ക്ഷേത്രത്തിലെ ഉപവാസ പൂജ മുടങ്ങിയാല് ശരീരത്തിലെ ദേവാംശത്തെ കീഴടക്കി അസുരാംശം പൂർണ്ണ വിജയം നേടും. പിന്നെ ഒരു ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. ഭാമേ, എന്താ നിനക്ക് ടെൻഷൻ? സിദ്ധം പറഞ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടേ ഇനി സുസ്മിതയുടെ കല്യാണത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന്. നീ ചുമ്മാ നടപ്പുള്ള കാര്യമല്ലോണ്ടേ പറ ഭാമേ. സുസ്മിതയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന മറ്റാരുമല്ല, അവള് തന്നെ. അവള് കാരണം വിഷ്ണുവിനും ശാലിനിക്കും ഒരു ജീവിതം ഇല്ലാതായി പോകുന്നുള്ള സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ശാലിനി ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതി. അവൾ ഇന്നലെ കാട്ടിയ പ്രവൃത്തിയെ പറ്റി അറിഞ്ഞിട്ടും രാഘവേട്ടൻ അവളെ ന്യായീകരിക്കുകയാണോ? എന്റെ ഭാമ, നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുവാണോ? അതെ. പ്രീതി, അമ്മേ, മോളെ, എന്താ നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലമ്മേ. വസുമതി ആന്റിക്കിപ്പോ എന്നെ വലിയ കാര്യ. ഒരു നിമിഷം എന്നെ കാണാതിരിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. പിന്നെ നീ എന്താ ഒറ്റയ്ക്ക് പോകുന്നത്? ഒരു സസ്പെൻസ് ഉണ്ട്. സസ്പെൻസോ? അതെ, സസ്പെൻസ് ഞങ്ങൾ വിളിച്ചിരട്ടെ.
പ്രീതി, എന്താടാ? പറഞ്ഞോട്. പറയട്ടെ. അത് പ്രീതിയുടെ വിവാഹ വാർഷികം ഇന്ന്. അയ്യോ, ഓ, അയ്യോ. ഈ ശാലിനിയുടെ ഒരു കാര്യം, ഞാൻ ഇവരെ കിട്ടുന്ന കുഴപ്പിക്കാന്ന് വിചാരിച്ചതല്ലേ. ശ്ശോ, മറന്നുപോയല്ലോ മോളെ. എന്റെ അമ്മയെ ഞാൻ തന്നെ മറന്നുപോയതാ, പിന്നെ ശാലിനിയെ ഓർമ്മിപ്പിച്ചത്. കൺഗ്രാറ്റ്സ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ, ഇനി ആ കൂത്താട്ടം കാണണോ? മോളെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അച്ഛാ. മോളെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അമ്മേ. എന്താ പറയാ? ബെസ്റ്റ് വിഷസ്. കറക്റ്റ് അല്ലേ? ഓ, ആയിക്കോട്ടെ. എന്റെ വകയും ആശംസകൾ പ്രീതി. താങ്ക്സ്. എടി, നിനക്ക് ആ അർജുനെ വിളിച്ചുകൊണ്ടിരുന്നില്ലേ? എന്നാ പിന്നെ നമുക്ക് അവിടെ പൊളിക്കായിരുന്നല്ലോ. അർജുനേട്ടനും വരും. ഒരു കേസിന്റെ കാര്യത്തിന് പോയതുകൊണ്ട് അല്പം ലേറ്റ് ആവുന്നേ ഉള്ളൂ. ആഹാ, എന്നാ നമുക്ക് തങ്ങ് പൊടി പൊടിക്കണം. എന്താച്ചാ? പൊടി പൊടിപ്പിക്കാൻ ഞാൻ. വിഷ്ണുട്ടാ, നമുക്കൊരു ഫോട്ടോഗ്രാഫറെ വിളിക്കാം. ആ, നമുക്കേ ഫോട്ടോയും വീഡിയോയും എല്ലാം ഏർപ്പാട് ചെയ്യാം. ഇപ്പൊ സെറ്റ് ചെയ്തരാം. മോളെ, ഗുരു, കൊറേ നേരം ആയല്ലോ നിപ്പ് തുടങ്ങിയിട്ട്. എന്താ പരിപാടി? എടാ, നമ്മൾ ക്യാമറാമാൻമാരാണ് 4 പേര് കാണട്ടെ. അതിന് ബൈക്ക് എടുത്തൊന്ന് കറങ്ങിയ പോരെ? പെട്രോൾ നിന്റെ കൊച്ചമ്മ അടിച്ചു തരുമോ? എടാ, ഇതാവുമ്പോ നമുക്ക് നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരസ്യമാവും. മനസ്സിലായ? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാനിരുന്ന് പഠിക്കാറുണ്ട് കേട്ടാ. ഗുരു, ഒരു സംശയം. എന്താ? അതെ, ഞാൻ ഗുരുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മാസം 3-4 ആയി. എന്നിട്ടും ഈ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. എടാ മണ്ട, അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്തോന്നാ? എടാ, സഹായി. അതായത് എന്നെ സഹായിക്കുന്ന ആളാണ് നീ, അല്ലേ? അതെ. അപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാനിപ്പോ എന്താ ചെയ്യണത്? ഒരു തണ്ണിമത്തിന് പിടിച്ചോണ്ടിരിക്കുന്നു. നാടകം തണ്ണിമത്തൻ. എടാ, ഞാനിപ്പോ എന്താ ചെയ്യണത്? ഒരു പണിയും ചെയ്യാതെ ചുമ്മാ നിൽക്കുന്നു. അങ്ങനെ ചുമ്മാതിരിക്കാൻ സഹായിക്കേണ്ട ആളാണ് നീ. ഓ, മനസ്സിലായല്ലോ? ഓ, ഞാൻ തന്നെ മനസ്സറിഞ്ഞ് ക്യാമറ കൈകൊണ്ട് തൊട്ടിട്ട് മാസം 6 ആയി. ഫോൺ അടിക്കണം. പെട്ടെന്ന് എടുക്കു ഗുരു, വല്ല കടക്കാരുമായിരിക്കും. ഓടാടുന്നു. അങ്ങോട്ട് കിട്ടാനുള്ളതാണോ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണോ? രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. സത്യാൻ വരുമ്പോ വിഷ്ണു വിളിക്കുന്നത്. അവിടെയും കാശ് കൊടുക്കാനുണ്ടാ? ഓടാടുന്നു. ഹലോ. ആ, വിഷ്ണു. മനസ്സിലാശാനെ. എടോ, വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും കിട്ടുമോ? അതെന്താ ആശാന വിശേഷം? ഇന്നേ പ്രീതിയുടെ വെഡിങ് ആനിവേഴ്സറിയാ. എന്നത്തെ ആശാനെ? എടോ, ഇന്ന് വേണം. അപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇയാളിങ്ങ് എത്തണം. ഇന്നോ? ആ, എടാ, അപ്പൊ കൂടി ആ ഡയറി കേട്. ഏത് ഡയറി? ഡേറ്റ് എടുത്ത ഡയറി. അതിനത് ഭയങ്കര തിരക്കാണ് ആശാനെ. 1.5 വർഷത്തേക്ക് ഫുള്ള് ബുക്കിങ്. നൂലിട്ട് കല്യാണം, അടിയന്തരം, പാല് കാച്ച്, എല്ലായിടത്തും ക്ലീറ്റസ് എന്നെ ഓടി എത്തണ്ടേ. ഇന്ന് എന്നെ ഒരു പ്രീ വെഡിങ് ഷൂട്ട് പറഞ്ഞേക്കാണ്. അതെ, അത്രയ്ക്ക് തിരക്കാണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഇന്നത്തെ കാര്യമാണോ? അതല്ലോട് തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു. ആശാന്റെ ഭാഗ്യം, ഇന്നാണ് ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണ്. എന്നാ വേഗം വായാണ്. എന്തോന്നാ ഗുരു, അടുപ്പില് ചുക്കില് വല കെട്ടിയിരിക്കുന്ന ആശാന് 1.5 വർഷത്തേക്ക് ബുക്കിങ്ങോ? സൊമാലിയിലെ ചക്കപ്പഴം വീണിട്ട് അവസ്ഥയിലല്ലേ നമ്മള്? എടാ, വക്കീലന്മാർ, ഡോക്ടർമാർ, ഫോട്ടോഗ്രാഫർമാർ, ഈ 3 കൂട്ടരും എപ്പോഴും തിരക്കാണെന്ന് ഭാവിച്ചാല് കൂടുതൽ വർക്ക് കിട്ടും. മനസ്സിലായ?
അപ്പൊ കൂടുതൽ തിരക്കാവും. അങ്ങനെ നമുക്ക് തിരക്കില്ലെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ളവരെ കാത്തിരുത്തണം. മനസ്സിലായ? ഏതാണ്ടൊക്കെ മനസ്സിലായി. ബാക്കി ഞാൻ നിനക്ക് പോണ വഴിക്ക് പറഞ്ഞുതരാം. ബാഗ് എടുത്ത് മടി വെച്ചോടാ. പെട്ടെന്നാവട്ടെ, ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും തിരക്ക് കാണിക്കണം. കയറി കയറും. എടാ പിന്നെ എണ്ണടികൾ കാശൊക്കെ ഉണ്ടല്ലേ ഗുരു? എടാ അസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും നീ ഓർമ്മ വെച്ചോളാം കേട്ടാ. പെട്രോൾ അടിക്കുക അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കണം. അതാണ് അസിസ്റ്റന്റ്. നമുക്ക് നല്ല ശ്രദ്ധ വേണം. അയ്യോ